സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമുക്കങ്ങനെ ഏകദേശം നമ്മുടെ കൊനാമി ഒരു ഫ്രീ ട്രൈ തന്നിട്ടുണ്ട്. അപ്പം മച്ചാമാരെ ഇതിൽ നിങ്ങളുടെ എല്ലാവരും ടാർഗറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയർ എങ്ങനെയുണ്ട്? കുറേ പേർക്കൊക്കെ സങ്കടമുണ്ട്, കുറേ പേർക്കൊക്കെ ഹാപ്പിയാണ്, കുറേ പേരൊക്കെ വളരെ ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നുമല്ല, കുറേ പേർക്കൊക്കെ നമ്മളെന്താ പറയുക, ഓൾറെഡി കിട്ടിയ പ്ലേയേഴ്സിനെ കുറേ പേർക്ക് ഡെനിൽസനെ കിട്ടിയവർക്ക് തന്നെ ഡെനിൽസൺ കിട്ടിയിട്ടുണ്ട്, സാബി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കോളസ് ആയിക്കോട്ടെ, നമ്മുടെ ഗോളി ആയിക്കോട്ടെ, കസിലിയസ് ആയിക്കോട്ടെ, എല്ലാവരും വാൻ ബാസ്റ്റൻ ആയിക്കോട്ടെ, ഫോർലൈൻ ആയിക്കോട്ടെ, എല്ലാവർക്കും കിട്ടിയതിൽ പരാതിയുണ്ട്. കാരണം ഓൾറെഡി കിട്ടിയ കാർഡ് തന്നെ കൊനാമി കൊടുത്തിട്ട് തന്നെ കുറച്ചൊരു ബെബോറ്റോനെ കിട്ടിയപ്പോൾ തന്നെ റിലീസ് ചെയ്ത് കളഞ്ഞവരുണ്ട്. അപ്പം മച്ചാമാരെ നിങ്ങളെന്തായാലും അതിൽ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഗൈസ് ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു വ്യാഴാഴ്ച നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിനെ നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ ഓരോ പ്ലെയറിന്റെ റിവ്യൂ വെച്ച് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒരു ടൈമിംഗ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പ്ലെയറിനെ നിങ്ങൾക്ക് അങ്ങനെയും കാണാം. മച്ചാമാരെ ഓൾറെഡി നമ്മളെന്താ പറയുക ഫുള്ളായിട്ട്, അതായത് ഫുള്ളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അധികം വൈകിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി എന്താ പറയുക, നിങ്ങളുടെ ടാർഗറ്റ് ആരാന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് കുറേ പേർക്ക് ഡെനിൽസനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട. കാരണം ഡെനിൽസനെ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇട്ടിട്ട് ഡ്രിബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് കാർഡല്ല, കൊനാമി തന്നതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് കറക്കി നോക്കുക, ഇട്ട് നോക്കുക. കാരണം ഈ ഒരാഴ്ച നോക്കണ്ട, വരുന്ന ആഴ്ചകളിൽ നല്ല പവർ തന്നെ കിട്ടുന്ന കാർഡുകളാണ് ഈ ഒരു കാർഡുകളൊക്കെ. പിന്നെ അതേപോലെ തന്നെ വെച്ചാൽ പറ്റും മിക്കവാറും നമ്മുടെ ഈ ഒരു കൊനാമി ലെജൻഡ് അസംബിൾ തന്ന 15 കാർഡുകൾ തന്നെയായിരിക്കും നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ മിക്കവാറും ഷുവറായിട്ട് ഇടാൻ പോണ ഒരു കാര്യം. കാരണം വേറെ ഒന്നുമല്ല, അവർ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു 5 പ്ലേയേഴ്സ് ഇതിൽ നിന്ന് ചിലപ്പോൾ എടുത്തിട്ട് ആഡ് ആയിട്ട് ഇടാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിരുന്നു ഈ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഉപകാരപ്പെടും. കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. 108 വരെ, ഏകദേശം 110 വരെ ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഹബ്ബ് വെച്ചിട്ടാണ് നോക്കുന്നത്. അതും ബെക്കംബറാണ്, നമ്മുടെ 89 ഡബിൾ ബൂസ്റ്റർ മാനേജറാണ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന മാനേജറും കൂടെ തൊട്ടൊന്നടി താഴെ കമന്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ട് റേറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വെച്ചാൽ നമ്മൾ നോക്കാൻ പോണേ 15 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കെന്നവേരനെയാണ് ഞാൻ സെലക്ട് ചെയ്ത് നോക്കാൻ പോണേ. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ഈ ഒരു കാർഡിൽ നമ്മുടെ CB ആയിട്ടുള്ള കെന്നവേര ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ 33 നമ്മുടെ ഏജ് കെന്നവേരൻ്റെ. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ ഓൾറെഡി ബാസ്റ്റണി, അതുപോലെ സലിബ, അതുപോലെ തന്നെ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ്. നമ്മുടെ ഡിസ്ട്രോയർ ആണ് ഏകദേശം ആശാൻ. അപ്പോൾ 108 വരെ ബെക്കംബറുടെ മാനേജറിൽ കയറി പോകുന്ന ഒരാളാണ്. ഇഞ്ചുറി റെസിസ്റ്റൻസ് ആയാലും എല്ലാം അത്യാവശ്യം കപ്പാസിറ്റി മൊത്തം ഉള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സബ് ടൈമിലൊക്കെ ഹെഡിങ് ആയാലും എന്താ പറയുക ഹൈറ്റ് നോക്കണം, ഹെഡിങ് ഈ ഒരു ജമ്പ് ഇതൊക്കെ വൺ സീനാണ് നമ്മുടെ ഈ ഒരു കെന്നവേരൻ്റെ ഇത്. അപ്പം ബൂസ്റ്റർ സ്ലോട്ടും കൂടെ മച്ചാവരെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തന്നെ ഒരു 60 സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമിൽ ഒരു 60 മിനിറ്റ് ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കിട്ടും. പിന്നെ മച്ചാവരെ നിങ്ങൾക്കറിയാം കൊനാമിയാണ്, അവർ ഈ വരുന്ന ടൈമുകളിൽ ഓരോ കാർഡുകൾ അനുസരിച്ച് നെർഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാവും. കാരണം ഈ ആഴ്ചയിൽ നെർഫായ കാർഡുകളൊക്കെ അടുത്ത ആഴ്ച നല്ല രീതിക്ക് പവർ കയറും, അവർക്കറിയാം ഓൾറെഡി. അടുത്ത നമ്മൾ നോക്കാൻ വേണ്ട റൂണിയാണ്. SS ആണ് ഗൈസ്, ഹോൾ പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ 105 വരെ റേറ്റിംഗ് പോകുന്നൊരു കാർഡാണ്. അത്യാവശ്യം റണ്ണും കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റണ്ണിങ് ഷോട്ടൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു റൂണിയുടെ പ്ലെയറിന്റെ. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഓരോ മാനേജേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ നിലവിൽ 89 മാനേജറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, നമ്മൾ ബാക്കി റെഡിയാക്കാം. അടുത്ത കേസ് നമ്മൾ നോക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ കക്കയാണ്. കൂടുതലും പേര് നമ്മുടെ കുറേ എനിക്കും കിട്ടിയത് കക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ കമന്റ് ചെയ്യാം. 104 വരെ കയറുന്ന ഒരു കക്ക കാർഡാണ് മച്ചാമാരെ. ഓൾറെഡി ഈ ഒരു കക്ക കാർഡിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ പാസിംഗ് ആണ്. പാസിംഗ് കിടക്കാൻ പാസിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു ഇത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെയിലാണ്. കാരണം ബെയിൽ എന്ന് വെച്ചാൽ 104 വരെ പോകുന്നുണ്ട് മച്ചാമാരെ. കുറേ പേരും ഇപ്പോഴും ബെയിലിന് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട്. അപ്പം മച്ചാമാരെ ഉറപ്പായിട്ടും നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നെ ബ്ലിറ്റ്സ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. കാരണം നിങ്ങൾ എന്താ പറയുക 108 കാർഡിന്റെ അത്രയും പോയില്ലെങ്കിൽ നല്ലൊരു കാർഡാണ് ബെയിലിന്റെ കാർഡ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഒലിവർഗാനാണ്. ഒലിവർഗാൻ ഈ ഒരു കാർഡിൽ 108 റേറ്റ് ചെയ്ത് കയറുന്നത് നമ്മുടെ ഒരു ഗോളിയാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നോക്കിക്കോളും. പിന്നെ ഓൾറെഡി എന്താ വെച്ചാൽ ഗോൾ കീപ്പിംഗ് സീനാണ്. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുക്കുകയായിരുന്നു, വേറെ ഒന്നുമല്ല മച്ചാമാരെ. ഉള്ളവരൊക്കെ വീണ്ടും എടുത്ത് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ മച്ചാമാരെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടൊരു കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ഇപ്പൊ ഇതിൽ സ്കോളസ് ഉണ്ട്, സ്റ്റോച്ച്കോവിക് ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മച്ചാമാരെ നമ്മൾ നോക്കുന്നത് ഈ ഒരു LB കാർഡാണ് മച്ചാമാരെ. ഈ ഒരു കാർഡ് നല്ലൊരു കാർഡാണ്. നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 102, 103 കയറുന്ന ഒരു കാർഡാണ്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ ഒരു ബാക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ടും നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ നമ്മൾ വാൻ ബാസ്റ്റൻ, കുറേ പേർക്ക് ഈ ഒരു കാർഡുകളുണ്ട്. 101 കയറുന്ന, 101, 103 കയറുന്ന ഒരു കാർഡാണ്. അത്യാവശ്യം എന്താ പറയുക ഹെഡിങ്ങും കാര്യങ്ങളും ത്രൂ പാസിംഗ് ഒക്കെ ഉള്ള ഒരു കാർഡ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും കളിപ്പിച്ച് നോക്കുക, നല്ലൊരു കാർഡാണ്. സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്താൽ എന്തായാലും ഇല്ലാത്തവർക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും CF ആയിട്ട് കേട്ടോ. പിന്നെ ഗൈസ് ഇതിൽ പറയേണ്ട കുറച്ച് ഹിഡൻ ജെം ഉണ്ട്. അതായത് നമ്മുടെ സ്കോളസ് 106, 107 റേറ്റ് പോകുന്ന സംഭവമാണ്. ഡബിൾ ടച്ച് ആയാലും
പിന്നെ കേളായാലും വെയിറ്റഡ് പാസ് ഒക്കെ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ ഇതുപോലെ സ്റ്റോയ്ക്കോവിക്ക് 106 വരെ കയറും. ഇത് കിട്ടിയവരൊക്കെ കുറെ പേര് ഇന്നലെ തന്നെ ലൈവ് ചോദിച്ചായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഒരു കാർഡാണ്. ഒലിവർ ഗാനും ഇതും എടുക്കാന്നാണ് കുറെ പേര് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ എന്തായാലും എടുക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോർലാൻ ആണ് 106 റേറ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് നമ്മുടെ ഫോർലാൻ മച്ചാമാരെ. CF ആയിട്ട് അത്യാവശ്യം നല്ല തന്നെ സ്റ്റണ്ണിങ് ഷോട്ടോട് കൂടി സ്പീഡുള്ള ഒരു കാർഡാണ് നമ്മുടെ ഈ ഒരു ഫോർലാൻഡ് കാർഡ്. അതേപോലെ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ബെബേറ്റോ ഉണ്ട്. കാരണം ബെബേറ്റോന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത് 108 റേറ്റ് പോകുന്ന ഒരു കാർഡാണ് ബെബേറ്റോയുടെ കാർഡ്. അപ്പം ഗൈസ് നിങ്ങൾ ആരും വെറുതെ റിലീസ് ചെയ്ത് കളയണ്ട. കാരണം നമുക്ക് ഒരു 85 സമയങ്ങളിലൊക്കെ ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാർഡ് നല്ല സീനായിട്ട് കളിക്കുന്ന ഒരു കാർഡാണ്. അപ്പം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. പിന്നെ കസിലിയസ് ആണ്, എനിക്ക് തോന്നുന്നു 105. കുറേ പേര് ഇതിനെപ്പറ്റിയൊന്നും ഇന്നലെ പറഞ്ഞിട്ട് പോലില്ല കസിലിയസ്. പക്ഷെ നിങ്ങൾ ആരും വിട്ട് കളയേണ്ട ഗൈസ്. കാരണം ഇപ്പം കാണുന്ന കാർഡ് പോലെയല്ല, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും ഇപ്പം നെർഫായിക്കുന്ന കാർഡുകളൊക്കെ പവറായി വരും. പിന്നെ 104 ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രോയർ കാർഡാണ് പുയോൾ. കാരണം ഞാനും എടുക്കാൻ വിചാരിച്ചൊരു കാർഡാണ് പുയോൾ. അപ്പം എന്തായാലും മച്ചാമാരെ ബ്ലോക്കറൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നിങ്ങൾക്ക് കുറേ പേർക്കും ബെക്കംബർ അതുപോലെ ടോണി ആഡംസ് ഉള്ളവരൊക്കെ നമ്മുടെ ഈ ഒരു കന്നവേരാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ പുയോള് പോയതെന്നല്ല, നല്ലൊരു കാർഡാണ്. പിന്നെ ഓൾറെഡി കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെനിൽസന്റെ ഒരു കാർഡാണ് മച്ചന്മാരെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഒരു ഹാഫ് ടൈമിന് ശേഷം സൂപ്പർ സബ് ആണ് ആശാൻ. അപ്പം നിങ്ങൾ വേസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ സാബിയാണ്. സാബി നോക്കുകയാണെങ്കിൽ ഒരു 105 വരെ കയറും. CMF ആണ് ആശാൻ. ഞാൻ ഏകദേശം ഒരു 7 മാസമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് സാബിയുടെ കാർഡ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ വിഷണറി പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ ആരും എടുക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ബെക്കംബർ വെച്ചിട്ട് നമ്മൾ ഡബിൾ ബൂസ്റ്റർ ആയിട്ടുള്ള 89 മാനേജറാണ്. ഇതേ മാനേജറിന്റെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം ഡബിൾ ബൂസ്റ്റർ 89 മാനേജർ ഏതായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും ഇതേ സ്റ്റാറ്റസ് തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഇതിലും കൂടുതൽ ബൂസ്റ്ററും കാര്യങ്ങളും വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ മച്ചാമാരെ നിങ്ങൾ എടുക്കുന്ന ഒരു കോംബോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമ്മൾ എന്തായാലും ഇന്ന് തന്നെ വേറൊരു വീഡിയോ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം നമുക്ക് കമന്റ്സ് നോക്കിയിട്ട് ഉറപ്പായിട്ട് റെഡിയാക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടൈമിംഗ് ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് ഓരോ പ്ലേയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.